അപ്പൊ ഇപ്പത്തെ ഭരണ സംവിധാനത്തിൽ തൃപ്തനാണ്. പച്ചയ്ക്ക് പറയുവാണെങ്കിൽ വീട്ടിലെ കാരണവർക്കും അടുപ്പിലിരുന്നും ദൂരാന്നുള്ള പെൻഷനൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നില്ല. അങ്ങനെയൊക്കെ വിധവാ പെൻഷൻ നിയമമാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. ഒരേപോലെ അല്ലെങ്കിൽ അത് നിയമമല്ല. എല്ലാ കാലഘട്ടത്തിലും അതിന് അടുത്ത വർഷം 10 വർഷം കഴിഞ്ഞ് ആര് ഭരിച്ചാലും ആ വിലക്കുള്ളുണ്ടാവും. LDF ഒരു എല്ലാം ശരിയാവും. രണ്ടാമത്തെ ഉറപ്പാണ് LDF. എന്ത് കോപ്പാണ് LDF എന്ന് ഞാനിപ്പോ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഇവർ നല്ല പവർഫുൾ ആയിട്ടുള്ള പാർട്ടിയാണ്, പക്ഷെ ഇവര് പ്രതിപക്ഷത്തേക്കാണ് നല്ലത്. ഞാൻ വളരെ തൃപ്തനാണ്. എല്ലാ കാര്യത്തിലും ഇപ്പോഴത്തെ സർക്കാർ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തൃപ്തനാണ് നമുക്ക്. തൃപ്തനാണ്, വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഓക്കെയാണ്. തൃപ്തരാണ്, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് അതിന്റെ? എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ആര് ഭരിച്ചാലും ഉണ്ടാവും. അത് നോർമലായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വിലക്കയറ്റത്തിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥലത്തിന് എല്ലാത്തിനും വില വർഷങ്ങളോടും മാറിക്കൊണ്ടിരിക്കും. പണ്ടിപ്പോൾ ആ ഒരു 60-ലുള്ള പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. എല്ലാ കാറിനാണ്, എല്ലാ വണ്ടികൾക്കും പെട്രോളിനും എല്ലാം വില കൂടും. അതുപോലെ എല്ലാ കാലഘട്ടത്തിലും അതിന് അടുത്ത വർഷം 10 വർഷം കഴിഞ്ഞ് ആര് ഭരിച്ചാലും ആ വിലക്കുള്ളുണ്ടാവും. അതൊന്നും ഇതിനകത്ത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കേരളത്തിലെ ഭരണ സംവിധാനം ഇപ്പോൾ ഒരു രാജഭരണ ഒരു പ്രക്രിയയാണ് നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമുക്ക് പ്രജകൾ രാജാവ് അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് പോകുന്ന അഭിപ്രായമാണ്. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പൂർണ്ണമായിട്ട് തൃപ്തരാണോ ചോദിച്ചാൽ അല്ല. പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല, പക്ഷേ ചിലതിലൊക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. ഇപ്പം ബാധു പറഞ്ഞ പോലെ നമ്മളെന്താ എല്ലാ കാലത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു എക്കണോമിക്സ് സ്റ്റുഡൻ്റാണ്. അപ്പം ഇൻഫ്ലേഷൻ ആണല്ലോ എക്കോണമിയിൽ. അപ്പം എന്തായാലും സ്വാഭാവികമായിട്ട് വിലക്കയറ്റം ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വിലക്കയറ്റം അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹാരം കാണാനായിട്ട് പ്രാപ്തരാണോ ഇപ്പോഴത്തെ ഭരണ സംവിധാനം? അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ അങ്ങനെ ഓരോ കാര്യത്തിലിപ്പം എന്താ ചില കാര്യങ്ങളിൽ ഓക്കെയാണ്, ചില കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇതാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പക്ഷേ പെർഫെക്റ്റ് അല്ല. പക്ഷെ എന്നാലും ഓക്കെ ആണ്. എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. തൃപ്തിയാണെന്ന് എല്ലാം കൊണ്ടും ഇല്ല. എന്താണ് അതിന്റെ കാരണമൊക്കെ പറയാനൊന്നും പറ്റൂല, പല പല കാരണങ്ങളുണ്ടാവും. എന്നാൽ ഇപ്പത്തെ ഒരു സിസ്റ്റത്തിൽ അങ്ങോട്ട് മൊത്തം സാറ്റിസ്ഫൈഡ് അല്ല. ആനുകൂല്യങ്ങള് പെൻഷനൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നില്ല. അങ്ങനെയൊക്കെ വിധവാ പെൻഷൻ കറക്റ്റായിട്ട് തന്നില്ല. കറക്റ്റായിട്ടെന്ന് വെച്ചാൽ പൈസയൊക്കെ കുറച്ച് 1600 ഇപ്പം 1200 ആയിട്ടാണ് എനിക്ക് വന്നത്. അതാ വിലക്കയറ്റവും കാര്യങ്ങളും വിലക്കയറ്റവും എല്ലാം വിലക്കയറ്റം കയറി നിൽക്കണം. ഞാൻ തൃപ്തനല്ല എന്തായാലും. അല്ല, ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇതുപോലത്തെ പരിപാടിയൊക്കെ നടത്തി മന്ത്രിമാരും എല്ലാവരും കൂടി നടക്കണത് ചിലവർക്കാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഒരു ബസ്സിൽ കയറിയിട്ട് അവരുടെ വണ്ടിയെല്ലാം പുറകെ വന്നത്. മൊത്തത്തിൽ അവർക്ക് എന്തോ ആവാന്നാണ് ഇപ്പൊ. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തൊക്കെയോ കാണിച്ചു വിട്ടു. ഇങ്ങനത്തെ ഇവർ നല്ല പവർഫുൾ ആയിട്ടുള്ള പാർട്ടിയാണ്, പക്ഷെ ഇവര് പ്രതിപക്ഷത്തേക്കാണ് നല്ലത്. തൃപ്തിയൊന്നുമല്ല. കാരണം അവർ എനിക്ക് തോന്നുന്നു അവരുടെ അപ്രോച്ച് മാത്രമേ നോക്കുന്നുള്ളൂ, പാവപ്പെട്ടവൻ്റെ ഒന്നും നോക്കുന്നില്ല. ഇപ്പോൾ പാവപ്പെട്ടവനാണെങ്കിലും എന്താ പറയുക, ഇപ്പോൾ ഒരു വണ്ടി പിടിക്കുന്നതാണെങ്കിലും അവർക്ക് എന്തും ആകാം, ബാക്കിയുള്ള പാവപ്പെട്ടവനൊന്നും ആകാൻ പാടില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഈ ഭരണം ഇനി തുടർന്ന് പോവരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെ, രാജഭരണ ഫീലാ. കാരണം എനിക്ക് എന്തോ ആകാം, ബാക്കിയുള്ളവരൊന്നും ആവരുത്, ഞാൻ പറയുന്നതേ ഇവിടെ നടക്കാവൂ എന്നുള്ളൊരു ടോണിലാണ് ഇപ്പോഴത്തെ ഭരണം. അപ്പം ഇനി ഇവർ കയറരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വോട്ട് ചെയ്യത്തുമില്ല. ഒരിക്കലും അല്ല. ഇല്ല, തൃപ്തരേ അല്ല. ഇത് നമ്മൾ വണ്ടിപ്പണിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2 തട്ടാണ്, 2 ഘടകമാണ് ഇപ്പോൾ. അതായത് KSRTC എടുത്ത് പറയുന്നില്ല, പ്രൈവറ്റ് ബസ്സിനെ എടുത്ത് പറയുന്നില്ല, ടൂറിസ്റ്റിനെ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു വണ്ടിയും പറയുന്നില്ല. അപ്പോൾ നിയമമാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. ഒരേപോലെ അല്ലെങ്കിൽ അത് നിയമമല്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സംവിധാനം മോശമാണ്. പാടാണ്. മാറണം, സംവിധാനം മാറണം. റോബിൻ അല്ല, നമ്മുടെ നവകേരള. എന്ത് പറയാന്, ഒരെണ്ണത്തിനെ ചവിട്ടി താഴ്ത്തിട്ട് പച്ചയ്ക്ക് പറയുവാണെങ്കിൽ വീട്ടിലെ കാരണവർക്കും അടുപ്പിലിരുന്നും ദൂരാന്നുള്ള അത് തന്നെ അല്ലേ. ഈ 2 ഉണ്ടാവും.
ആദ്യത്തെ പിണറായി ഭരണം വന്നപ്പോഴത്തേനും പറഞ്ഞ LDF ഒരു എല്ലാം ശരിയാവും. രണ്ടാമത്തെ ഉറപ്പാണ് LDF. എന്ത് കോപ്പാണ് LDF എന്ന് ഞാനിപ്പോൾ ചോദിക്കണം. തേങ്ങയല്ല, രാജഭരണവും ഇതൊക്കെ ആയിട്ട് സാമ്യമായ രീതിയിലാണ് ഏകദേശം ഒരു രാജഭരണ രീതിയിലോട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. എന്തോ ആവാന്നുള്ള ഒരു ഇതില് ഇപ്പൊ അത് മാറണം. അല്ല ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം ഇനിയിപ്പോ ഒരു ഭരണം വന്നു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തന്നെയാണ് ആ റോബിൻ ബസിന്റെ തന്നെ ഒരു ജനങ്ങളെ ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. അത് എന്തായാലും മാറും. മാറാതെ എവിടെ പോവാൻ? ഇത് കേരള ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. അത് ഗോഡ്സ് ഓൺ കൺട്രി തന്നെ ആക്കണം. മാറണം തന്നെ. തൃപ്തരല്ലേ? ഒരിക്കലും അല്ല, ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്. ഇത്രയും പേരോട് ചോദിച്ചാൽ അവരെ പറയും ഇത് തന്നെ പറയുള്ളൂ. അല്ല, ഒട്ടും തൃപ്തരല്ല. അത് എന്തുകൊണ്ടാണ് കാരണം? എല്ലാ തരത്തിലും ജനങ്ങൾ ഭയങ്കരധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്ത് കാര്യത്തിലും ആനുകൂല്യത്തിന്റെ ബേസിസിലായാലും അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് എല്ലാ കാര്യത്തിലും ജനങ്ങൾ വളരെയധികം കഷ്ടത്തിലാണ്. സാമ്പത്തികപരമായിട്ട് എല്ലാം ബുദ്ധിമുട്ടിലാണ്. വിലക്കയറ്റവും എല്ലാത്തിലും ബുദ്ധിമുട്ടാണ്. തൃപ്തരല്ല. പുള്ളിക്കാരി പറഞ്ഞ തന്നെയാണ് ഏകദേശം അഭിപ്രായം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അനുകമ്പയുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഒരു പൊതുജനങ്ങളുടെ പൊതുവെയുള്ളൊരു അഭിപ്രായം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ മോശമാണ്. എല്ലാ രീതിയിലും ടാക്സിൻ്റെ വർധനവ് എന്തൊക്കെയോ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഭരണമാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട്. എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നിങ്ങളെല്ലാവരോടും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏകദേശം പൊതുജനങ്ങളുടെ അഭിപ്രായം. രാഷ്ട്രീയം വെച്ച് പറയുന്നവർ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസത്തിൽ പറയുന്നുണ്ടാകാം. അല്ലാത്തവരെല്ലാവരും പറയുക ഏകദേശം ഇങ്ങനെയുള്ള അഭിപ്രായം ആയിരിക്കാം. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാനിങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ.